നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 28 മുതൽ ജാനുവരി 3 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശത്രുവിനുമേൽ വിജയം, കോടതി കാര്യങ്ങളിൽ അനുകൂലമായ വിധി, ഭക്ഷണസുഖം എന്നിവ അനുഭവപ്പെടാം. എന്നാൽ കുടുംബ ബന്ധുജനങ്ങളുമായ അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട്. യാത്രകളിൽ അപകട സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമുള്ളവ മാത്രം ചെയ്യുക. മനഃശക്തി കുറയാനും രോഗങ്ങൾ കൂടാനും സാധ്യത ഉണ്ട്. മാനസിക പിരിമുറുക്കം മൂലം ഉറക്കമില്ലായ്മ, ദഹനക്കേട് എന്നിവ വരാം. ദാമ്പത്യ കലഹങ്ങൾക്കും മക്കളുടെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത ഉണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ സംബന്ധമായി പുരോഗതി ഉണ്ടാകുന്ന വാരമാണിത്. സർക്കാർ സംബന്ധമായി ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കേസ് വഴക്കുകൾ കോടതി വിധിയിലൂടെ അനുകൂലമായി മാറും. പിണങ്ങിയിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കാനുള്ള തീരുമാനം ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ പുരോഗതിയും പ്രേമബന്ധങ്ങൾ വിവാഹത്തിൽ എത്തുന്ന സാഹചര്യവും ഉണ്ടാകും. ശയനസുഖം, ബന്ധുജനപ്രീതി, ശരീരസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാഹനഭാഗ്യമുള്ള വാരമായതിനാൽ പുതിയ വാഹനം വാങ്ങാൻ അനുയോജ്യമാണ്. ജോലിയിൽ ഉയർന്ന പദവി ലഭിക്കുവാനും മേലധികാരിയിൽ നിന്ന് പ്രശംസയും സമ്മാനവും ലഭിക്കുവാനും സാധ്യത ഉണ്ട്. നല്ല പങ്കാളിയെ കണ്ടുമുട്ടും. ദീർഘകാല രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുകയും സ്വത്ത് തർക്കങ്ങളിൽ പരിഹാരം ഉണ്ടാകുകയും ചെയ്യും. കടമായി കൊടുത്ത് നഷ്ടപ്പെടുമെന്ന് കരുതിയ പണം തിരികെ ലഭിക്കാം. ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും അവസരം ഉണ്ടാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഗുണദോഷ സമ്മിശ്രമായ വാരമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ആവശ്യമെങ്കിൽ വൈദ്യപരിശോധന നടത്തുന്നത് നല്ലതാണ്. മാതാപിതാക്കൾക്കോ ആ സ്ഥാനത്തുള്ളവർക്കോ കഷ്ടതകൾ വരാം. വരവിൽ കവിഞ്ഞ ചെലവ് പ്രതീക്ഷിക്കണം. എങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ ജോലി ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള ആഗ്രഹം സബലീകരിക്കും. വാരം അവസാനത്തോടെ രോഗമുക്തിയും വിവാഹ കാര്യങ്ങളിൽ തീരുമാനവും ഉണ്ടാകും. സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അതിനുള്ള ഭാഗ്യം തെളിയും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വന്നേക്കാം. വാരമധ്യത്തോടെ അസാമാന്യമായ ചിന്താശക്തിയും ധൈര്യവും പ്രകടിപ്പിക്കും. കാര്യങ്ങളിൽ പോസിറ്റീവായി ഇടപെട്ട് വിജയിക്കും. വാഹനഭാഗ്യം, സൽസുഹൃത്തുക്കൾ, ഭക്ഷണസുഖം എന്നിവ ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എന്നാൽ വാരം അവസാനം ദാമ്പത്യത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കും വാദരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ദുസ്വപ്നങ്ങൾ കാണാൻ ഇടയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഹൃദ്രോഗം, നേത്രരോഗം എന്നിവ ഉള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയം ആണ്. ദാമ്പത്യ സന്താന സുഖഹാനിക്ക് ഇടയുണ്ട്. അന്യദേശവാസം അനുഭവപ്പെടുമെങ്കിലും ഉയർച്ച കുറഞ്ഞ അവസ്ഥയുണ്ടാകാം. യാത്രാക്ലേശങ്ങൾക്കും മനഃശക്തി കുറയാനും സാധ്യതയുണ്ട്. വാരമധ്യത്തോടെ ധനനേട്ടം, വ്യാപാര പുരോഗതി, ശത്രുഹാനി എന്നിവ ഉണ്ടാകും. വാരം അവസാനത്തോടെ ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ കോടതി കേസുകളിൽ അനുകൂല വിധി ലഭിക്കും. അപ്രതീക്ഷിതമായ ധനലാഭം, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ബാങ്ക് ലോൺ എന്നിവ സാധ്യമാണ്. കിട്ടാതിരുന്ന വസ്തുവകകൾ കൈവശം വന്നു ചേരും. എന്നാൽ വാരമധ്യത്തോടെ കുടുംബാംഗങ്ങളുമായോ പങ്കാളിയുമായോ കലഹത്തിന് സാധ്യതയുണ്ട്. വാരം അവസാനത്തോടെ തൊഴിൽ വിജയം, കീർത്തി, ഉല്ലാസയാത്രകൾ എന്നിവ വന്നുചേരാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമായ വാരമാണിത്. വാരത്തിന്റെ തുടക്കത്തിൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം മാനസിക പിരിമുറുക്കം, ധനനഷ്ടം, രോഗാവസ്ഥ എന്നിവ ഉണ്ടാകാം. തെറ്റിദ്ധാരണയുടെ പേരിൽ പിണങ്ങിയിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും തമ്മിൽ പുനഃസമാഗമം ഉണ്ടാകാം. വാരമധ്യത്തോടെ രോഗശാന്തി, മനഃശാന്തി, നിദ്രാസുഖം എന്നിവ അനുഭവപ്പെടും. സാമ്പത്തിക നേട്ടവും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും വർദ്ധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഭക്ഷണസുഖം, ബന്ധുജന സമാഗമം, നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കൽ എന്നിവ വാരത്തിന്റെ തുടക്കത്തിൽ പ്രതീക്ഷിക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗമുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തിൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം ധനനഷ്ടം വരാതെ നോക്കണം. വാരം അവസാനത്തോടെ രോഗങ്ങൾക്ക് ശമനം, തൊഴിൽ വിജയം, ധനലാഭം എന്നിവ ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങാൻ അവസരം ലഭിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദമ്പതികൾക്കിടയിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും. മാന്യതയും മനസുഖവും അനുഭവപ്പെടും. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ യോഗമുണ്ട്. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കാൻ അവസരം ലഭിക്കും. ആടയാഭരണങ്ങളുടെ വർധനവും ഉണ്ടാകും. ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും.
സാമ്പത്തിക അനിശ്ചിതത്വം മാറി ലാഭം ഉണ്ടാകും. എന്നാൽ വാരം അവസാനം പണം, ചെക്ക് എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ചതി പറ്റാതെ ശ്രദ്ധിക്കണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ അന്യരെ സഹായിച്ചാലും കേസ് വഴക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ആമാശയ സംബന്ധമായ രോഗമുള്ളവർ ശ്രദ്ധിക്കണം. വാരമധ്യത്തോടെ കുടുംബസൗഖ്യം, തൊഴിൽ വിജയം, സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ എന്നിവ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി, കീർത്തി, ശത്രുഹാനി എന്നിവ സംഭവിക്കും. സമ്മാനങ്ങൾ ലഭിക്കാനും രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും പേരും പ്രശസ്തിയും ലഭിക്കുവാനും ഇടയുണ്ട്. വിവാഹഭാഗ്യം, ഭൂമി വർധനവ്, ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടിവരും. അനാവശ്യ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും ധനനഷ്ടത്തിനും കാരണമായേക്കാം. കോടതി വ്യവഹാരങ്ങൾ സങ്കീർണമാവാതെ ശ്രദ്ധിക്കണം. കാരാഗ്രഹവാസം വരെ വരാവുന്ന തർക്കങ്ങൾ ഒഴിവാക്കുക. ഉദരരോഗം സൂക്ഷിക്കണം. ഉത്തരവാദിത്തം വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാം. വാരം അവസാനത്തോടെ തൊഴിൽ വിജയം, ബിസിനസ്സിൽ ലാഭം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാകാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.